വിള്ളൽ എന്ന കള്ളക്കഥ ഇപ്പോഴും ദേശാഭിമാനിക്കാര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിള്ളലില്ല, വിള്ളൽ എന്താണ്, വിള്ളൽ കള്ളക്കഥയാണ് എന്നാണ്. അതായത് അവിടുത്തെ 3 വീടുകളിൽ വിള്ളലുണ്ടായി, കോൺക്രീറ്റിന് വിള്ളലുണ്ടായി, അതിലൂടെ വെള്ളം ചോർന്നൊലിച്ചു. ഈ കാര്യം ഊരാളുങ്കലിനോട് പറഞ്ഞു. ഊരാളുങ്കലിന്റെ എഞ്ചിനീയർമാർ വന്നു നോക്കി. അവര് അത് ചോർച്ച അടയ്ക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ദേശാഭിമാനിക്കര് വീണ്ടും പറയുന്നത് എന്താണ്, വിള്ളൽ എന്ന കള്ളക്കഥ എന്തിനു വേണ്ടി എന്നാണ് ചോദിക്കുന്നത്. വിള്ളൽ എന്ന കള്ളക്കഥ എന്തിനു വേണ്ടി എന്ന് പറഞ്ഞാൽ വിള്ളൽ കള്ളക്കഥയാണ് എന്നാ പറയുന്നത്. ഒരു രാത്രിയിൽ കുത്തിയൊലിച്ചു വന്ന ഉരുൾപൊട്ടലിൽ ഉറ്റവരെയെല്ലാം നഷ്ടപ്പെട്ട ജനതയാണ് വയനാട് മുണ്ടക്കൈയിലേത്. അതിപ്പോ ദേശാഭിമാനി പറഞ്ഞു തരണ്ടല്ലോ, നമുക്കൊക്കെ അറിയുന്ന കാര്യമല്ലേ. വീണ്ടും ഒരുമിച്ച് താമസിക്കണമെന്ന അവരുടെ ആഗ്രഹം സഫലമാക്കി സർക്കാർ പടുത്തുയർത്തിയ മാതൃകാ ടൗൺഷിപ്പിന്റെ പേരിലും കള്ളക്കഥകൾ. അപ്പൊ സർക്കാർ പടുത്തുയർത്തിയ, അവിടെ ഒരു തെറ്റുണ്ട്, സർക്കാരല്ല, ഇത് ഇവിടുത്തെ ജനങ്ങൾ കൊടുത്ത, അല്ലെ സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ടല്ല അത് ചെയ്യുന്നത്. ദേശാഭിമാനി ആദ്യത്തെ രണ്ടാമത്തെ സെന്റൻസിൽ ഏറ്റവും വലിയ കള്ളത്തരം പ്രചരിപ്പിക്കുകയാണ്. എന്താ ദേശാഭിമാനി പറഞ്ഞു അറിയോ? വീണ്ടും ഒരുമിച്ച് താമസിക്കണമെന്ന അവരുടെ ആഗ്രഹം. അങ്ങനെ ഒരു ആഗ്രഹം അവിടുത്തെ ഈ ദുരന്ത ബാധിതര് പറഞ്ഞെന്ന് എനിക്കറിയില്ല കേട്ടോ, അങ്ങനെ പറയാൻ യാതൊരു സാധ്യതയില്ല. വീണ്ടും ഇവരെ മുഴുവനും ദുരന്ത ബാധിതരെ മുഴുവനും ഒരു കോളനി പോലെ താമസിപ്പിച്ച് കാലാകാലം മുഴുവനും ഇവരിങ്ങനെ ദുരന്ത ബാധിതർ എന്നും പറയാണ്ട് പിന്നെ ഇവരെ ആ ഒരു കണ്ണുകൊണ്ടാണ് ആൾക്കാർ കാണുക. അതിന് പകരം ഇവർക്ക് നഷ്ടപരിഹാരം കൊടുത്തിട്ട് അവർക്ക് ആവശ്യമായ സ്ഥലം വാങ്ങാനും വീടുണ്ടാക്കാനൊക്കെ പൈസ കൊടുത്തിട്ട് അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയി അവർക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള വീടുണ്ടാക്കുക, താമസിക്കുക, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഉപജീവന മാർഗം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ എന്തെങ്കിലും തൊഴിലെ ഏർപ്പെടാനുള്ള സഹായധനം കൊടുക്കുക, അതൊക്കെയല്ലേ ചെയ്യേണ്ടത്. അതല്ലാതെ ഇവരെ മുഴുവൻ ഒരു കോളനി പോലെ, നമ്മൾ പറയാറില്ല എന്താ ലക്ഷം വീട് കോളനി എന്നൊക്കെ പണ്ട് പറയുന്ന പോലെ, ഇത് ആ ദുരന്ത ബാധിതരുടെ കോളനി എന്ന് പറയുന്നത് കലാകാലത്തേക്കും ഇവരുടെ ഈ ഒരു ദുരന്ത ബാധിത കോളനി എന്ന് പറഞ്ഞാൽ പിന്നെ ആൾക്കാർ ആ രീതിയിലേക്ക് ഇവരെ നോക്കുക. അങ്ങനെ വേണ്ട. പക്ഷെ ഇവര് ആവശ്യപ്പെട്ടു എന്നാ പറയുന്നത്, നമുക്കറിയില്ല ആവശ്യപ്പെട്ടു എന്ന്. എന്റെ വിശ്വാസം അവരങ്ങനെ ആവശ്യപ്പെടാൻ യാതൊരു സാധ്യതയില്ല എന്നാണ്. ശരി, ആവശ്യപ്പെട്ടിരിക്കാം. അതാണ് പറയുന്നത്. വീണ്ടും ഒരുമിച്ച് താമസിക്കണമെന്ന അവരുടെ ആഗ്രഹം സഫലമാക്കി സർക്കാർ പടുത്തുയർത്തി, അവിടെയാണ് തകരാറ്. സർക്കാരല്ല, ആരാണ്? ജനങ്ങൾ നൽകിയ പൈസ കൊണ്ട്. അങ്ങനെ എഴുതേണ്ടിയിരുന്നു വരെ എഡിറ്റോറിയൽ, അതല്ലേ അതിന്റെ ഒരു മാന്യത അല്ലേ. അപ്പൊ സർക്കാർ പടുത്തുയർത്തിയ മാതൃകാ ടൗൺഷിപ്പിന്റെ പേരിലും കള്ളക്കഥകളാണത്രേ. അപ്പൊ നൗഫല് കള്ളക്കഥ പ്രചരിപ്പിക്കുകയാണെന്നാണ് പറയുന്നത്. നൗഫൽ എന്ന് പറയുന്ന ആ വീട്ടുടമസ്ഥൻ കള്ളക്കഥ പ്രചരിപ്പിക്കുകയാണെന്നാണ് പറയുന്നത്. ഉരുൾപൊട്ടൽ ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ കൽപ്പറ്റയിൽ ഒരുക്കുന്ന ടൗൺഷിപ്പിലെ ഒരു വീടിന്റെ മേൽക്കൂരയിൽ പരിശോധനയുടെ ഭാഗമായുള്ള പെൻസിൽ മാർക്കിനെ വിള്ളലാക്കിയാണ് വിവാദമാക്കിയത്. കഴിഞ്ഞ ഒരാഴ്ചക്കപ്പുറമാണ് ഇവര് ഈ ഒരു വാദം, ദേശാഭിമാനി ഇങ്ങനെ ഒരു വാദം, അത് പെൻസിലിന്റെ മാർക്കാണ്, വിള്ളലല്ല. പെൻസിലിന്റെ മാർക്കാണ്, വിള്ളലല്ല. ഇത് ഇവരോട് എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കുക? നിങ്ങൾ പറ. ഈ 2 പെൻസിൽ മാർക്ക്, അതായത് ചോർന്നൊലിക്കുന്ന സ്ഥലം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പുറപ്പുറം പെൻസിലോണ്ട് മാർക്ക് ചെയ്തു, 2 വര വരച്ചു, അതിന്റെ ഇടയിലാണ് വിള്ളൽ. ഇനി പോട്ടെ, ഊരാളുകളുടെ CEO പറയുന്ന ക്രാക്ക് അവിടെയാണ്, അതിലൂടെയാണ് വെള്ളം കിനിഞ്ഞിറങ്ങുന്നത്. അതിന്റെ അങ്ങേപ്പുറം പെൻസിലോണ്ട് മാർക്ക് ചെയ്തിരുന്നു. ഈ പെൻസിലോണ്ട് മാർക്ക് ചെയ്ത കാര്യമല്ല വിള്ളൽ. ഉരുൾപൊട്ടൽ ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ കൽപ്പറ്റയിൽ ഒരുക്കുന്ന ടൗൺഷിപ്പിലെ ഒരു വീടിന്റെ മേൽക്കൂരയിൽ പരിശോധനയുടെ ഭാഗമായുള്ള പെൻസിൽ മാർക്കിനെ എന്ത് പരിശോധനയുടെ ഭാഗമാണ്? ഇത് ഒന്ന് നേരിട്ട് പറയൂടെ. ഇങ്ങനെ വളഞ്ഞ വഴി ഇങ്ങനെ ചുറ്റണോ? പരിശോധനയുടെ ഭാഗമായി ഒരു പെൻസിൽ മാർക്ക് ഇട്ട് അതിനെ വിള്ളൽ എന്ന് പറയുന്നു. ഈ ദേശാഭിമാനി ആരെയാണ് പൊട്ടന്മാരാക്കുന്നത്? ഇനി വേറെ ഒന്ന്, ഈ കഴിഞ്ഞ ദിവസം വസീഫൊക്കെ വന്നുകൊണ്ട് ഇങ്ങനെ ന്യായീകരിച്ച് മെഴുകുകയാണ്. വസീഫും ഇവിടുത്തെ എല്ലാ അന്തംഗമ്മികളും. ഞാൻ ചോദിക്കട്ടെ, ഈ ഊരാളുങ്കലിനെ കൊണ്ട് അവിടെ നിർമ്മിക്കുന്ന വീട് CPMന്റെ വീടല്ലടോ, സഖാക്കൾ നിർമ്മിക്കുന്ന വീട്. പിന്നെ നിങ്ങളെന്തിനാ ബേജാറാകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നു. ഈ രാജം വന്ന് ഈ മേശപ്പുറത്തൊക്കെ കയറി ഇതിങ്ങനെ ഉരച്ചോക്കേണ്ട വല്ല കാര്യമുണ്ടോ? കൂലിപ്പണി രാജ. ഇത് ഇവിടുത്തെ ജനങ്ങൾ കൊടുത്ത പൈസ കൊണ്ട്
സർക്കാരിന്റെ ഒരു മേൽനോട്ടത്തില് ഉണ്ടാക്കുന്ന വീടാണ്. ആ വീട് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ കരാറ് കൊടുത്തത് ഊരാളുങ്കലിനാണ്. ഊരാളുങ്കൽ തെണ്ടിത്തരം ചെയ്താൽ അത് അവരോടല്ലേ ചോദിക്കേണ്ടത്. നിങ്ങൾ വന്നും കണ്ട് അവിടെ വിള്ളലില്ല പറഞ്ഞ വിള്ളലില്ലാണ്ടാവുമോ? അവിടെ ചോർച്ചയുണ്ട്, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഊരാളുങ്കലോട് പറയണം, ഇത് ചോർച്ചയാണ്, ഇഷ്ടം ഇങ്ങനെയാണ് ചെയ്യാ, എന്താ നിങ്ങൾ ചെയ്തതെന്ന് ചോദിക്കണ്ടേ? അതല്ല വേണ്ടത്. അത് നിങ്ങൾക്ക് ചോദിക്കാൻ പാടില്ല. എന്താ അപ്പൊ എന്താ പറയുക, നിങ്ങളെല്ലാരും പാട് ചെയ്യുന്ന ഒരു 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 എന്താ പറയാ കാട്ടിക്കൂട്ട് പരിപാടിയാണെന്നല്ലേ ഞങ്ങൾക്ക് മനസ്സിലാക്കുക. അതിനെയല്ലേ സംഭവം. ഊരാളുങ്കൽ പറഞ്ഞത് 26,95,000 അങ്ങനെ പറഞ്ഞത്. 26,95,000 വീട് നിർമ്മിക്കുന്നത്. ആ വീട് കണ്ടാൽ തന്നെ ഒരു 10 ലക്ഷത്തിന് വീടും കൂടി അതല്ല ഇല്ല എന്ന് നമുക്ക് മനസ്സിലാവും. ഒരു ആട്ടുംകൂട് പോലുള്ള ഒരു വീടാണ്. 26,75,000 ഇവർ പറയുന്നത്. അത്രയ്ക്കാണെങ്കിൽ അതൊക്കെ കഴിയുമ്പോൾ 30 ലക്ഷം 45 ലക്ഷം 50 ലക്ഷം ഒക്കെ ചിലപ്പോൾ ഇവർ പറയായിരിക്കും. നമ്മൾ മനസ്സിലാക്കിയതല്ലേ ഈ അയ്യപ്പ സംഗമം നടന്നിട്ട് കണക്കല്ലേ, കോടിയാണ് 12 കോടി എന്നൊക്കെ പറഞ്ഞത് അയ്യപ്പ സംഗമത്തിന്റെ. അത് ഊരാളുങ്കലാണ്. പിണറായി വിജയൻ സർക്കാർ എന്ത് കാര്യത്തിനും ഊരാളുങ്കലിനെയാണ് ഏൽപ്പിക്കുക. ഒരു കൊട്ടേഷനും ഇല്ല, ഒരു ഇത്തരത്തിലുള്ള ഒരു അന്വേഷണവും ഇല്ല, ഒന്നുമില്ല. ഊരാളുങ്കൽ പറഞ്ഞാൽ പറഞ്ഞു തന്നെ. അപ്പൊ ഊരാളുങ്കലാണ് പറഞ്ഞത് 26,75,000 രൂപ വേണം വീടുണ്ടാക്കാൻ. ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് വിൽക്കാണ്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഉണ്ടാക്കി കൊടുത്ത വീടിന് വിള്ളൽ. ഈ വിള്ളൽ വരുമ്പോ സഖാക്കൾക്ക് എന്തിനാ ചൊറിച്ചിലെന്ന്? എന്തിനാ വസീഫെ ഇങ്ങനെ ബേജാറാകുന്നത്? വസീഫിനെ പറഞ്ഞാൽ പറയാം, ആ വിള്ളല് ശരി, ആ വിള്ളല് ഈ ഊരാളുങ്കലാണ്, ഊരാളുങ്കലോട് നമ്മൾ പറയാം. അല്ലെങ്കിൽ ഈ വീടിന്റെ ഈ റൂഫൊക്കെ മാറ്റിയിട്ട് നമുക്ക് രണ്ടാമത് ശരിയാക്കാൻ പറയാം. അങ്ങനെയല്ലേ പറയേണ്ടത്. അതിന് പകരം വിള്ളലില്ല. അതാണ് ദേശാഭിമാനി. വിള്ളൽ എന്ന കള്ളക്കഥ എന്തിനു വേണ്ടി? ഇത് ഫുള്ള് വായിച്ചു കഴിഞ്ഞാൽ ഫുൾ കോമഡിയാണ്. സൗകര്യം നിങ്ങൾ വായിക്കട്ടോ. ദേശാഭിമാനി ഇഷ്ടം പോലെ വീടുകളിൽ വാങ്ങുന്നുണ്ടല്ലോ, ആരും വായിക്കാറില്ല. ആ എഡിറ്റോറിയൽ നിങ്ങൾ വായിക്കി, എന്നിട്ട് മനസ്സിലാക്കി പിണറായി വിജയൻ എന്ന് പറയുന്ന ആന. ഞാൻ അതിന്റെ പേരിൽ കേസ് വരണ്ട. അതുകൊണ്ട് പിണറായി വിജയന്റെ മഹത്വങ്ങൾ അല്ലെ മഹത്വരങ്ങളല്ല മഹത് പ്രവൃത്തികൾ, പിണറായി വിജയൻ സർക്കാരിന്റെ മഹത് പ്രവൃത്തികൾക്ക് ഉദാഹരണമാണ് 26,75,000 വീട് ചോരുന്ന വീട്. ആരെങ്കിലും ചോരുന്നു എന്ന് പറഞ്ഞാൽ അത് പ്രചാരണമാണ്. അത് പത്രങ്ങളുടെ പ്രചാരണം, കോൺഗ്രസ്സുകാരുടെ പ്രചാരണം. എന്നിട്ട് കോൺഗ്രസ്സുകാരുടെ വീട് എവിടെ? അതാ ചോദിക്കാം. അതായത് ജനങ്ങൾ കൊടുത്ത 800 കോടി, കേന്ദ്രം കൊടുത്ത വേറെ 1,400 കോടി, എല്ലാം 2,000 കോടി കയ്യിൽ വെച്ചിട്ട് അവർ അതുകൊണ്ട് ഈ 410 വീട് ഇതുവരെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയില്ല. അത് ചോദിക്കും കോൺഗ്രസ്സുകാരുടെ വീട് എന്നാൽ CPM-കാരുടെ വീട് എവിടെ ഉണ്ടോ? കോൺഗ്രസ്സുകാരുടെ വീട് എന്ന് പറഞ്ഞാൽ CPM-കാരുടെ വീട് എവിടെ? DYFI-കാരുടെ വീട് എവിടെ? CPI-കാരുടെ വീട് എവിടെ? ഒന്നും ഇല്ലല്ലോ. കോൺഗ്രസ്സുകാർ അവിടെ സ്ഥലം വാങ്ങിയിട്ടുണ്ട്, തറക്കാൽ വിട്ടിട്ടുണ്ട്, അത്രയും ചെയ്തിട്ടുണ്ടല്ലോ. CPM-കാർ അതും ചെയ്തില്ല, DYFI-കാർ അതും ചെയ്തില്ല. എന്തോ 20 കോടിന്റെ എന്തോ ഒരു ചെക്ക് കൊടുത്തു എന്നൊക്കെയാ പറഞ്ഞത്. അത് CMDRF-ലേക്ക് പോയിട്ടില്ല, അത് വേറെ ഏതോ ഒരു എന്താ പറയാ ഒരു ഉഡായിപ്പ് കമ്പനിയിലേക്ക് പോയി എന്നൊക്കെയാണ് അറിയുന്നത്. നമുക്കറിയില്ല. ഇതൊക്കെയാണ് സ്ഥിതി. ഏതായാലും ദേശാഭിമാനി എഡിറ്റോറിയൽ വിള്ളൽ എന്ന കള്ളക്കഥ എന്തിനു വേണ്ടി? അപ്പൊ വിള്ളല് കള്ളക്കഥയാണ്. അപ്പൊ ഈ ഊരാളുങ്കലിന്റെ എഞ്ചിനീയർമാർ തനി പൊട്ടന്മാരാണ് കേട്ടോ. ഇവര് പോയി കണ്ട് വിള്ളൽ അടക്കിയാണ്. എന്തിനാ വിള്ളൽ അടക്കിയുള്ളൂ? ദേശാഭിമാനി അതാ പറയുന്നത്, വിള്ളലൊന്നുമില്ല. പെൻസിലിന് പറയാണ്. അത് മറ്റേ പണിക്കാരൻ രാജൻ പണിക്കാരൻ പോയി കണ്ട് കൂലിപ്പണി രാജൻ പോയി കണ്ട് അത് മയക്കം ചെയ്തിരിക്കുന്നത് തീർന്ന്. കൂലിപ്പണി രാജൻ മയക്കം ചെയ്തത് തീർന്നു. ഇതൊക്കെയാണ് പിണറായി വിജയന്റെ ക്രൂര കൃത്യങ്ങൾ കേട്ടോ. അല്ല വേറെന്താ പറയാ, പിണറായി വിജയൻ സർക്കാരിന്റെ ക്രൂര കൃത്യങ്ങൾ. ശരി, ബാക്കി കാര്യങ്ങൾ നമുക്ക് വേറെ അടുത്ത ഒരു വീഡിയോയിൽ കേട്ടോ. ശരി.